ബിനോയ് വിശ്വത്തെ തിരുത്തി CPI മുഖപത്രം ഓണപ്പതിപ്പിൽ BJP പ്രസിഡന്റിന്റെ ലേഖനം. രാജ്യത്ത് ജനാധിപത്യം പ്രതിസന്ധിയിലാണ് എന്ന CPI സെക്രട്ടറിയുടെ ലേഖനത്തിന് ജനാധിപത്യത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ലേഖനം. എഡിറ്റോറിയൽ ബോർഡാണ് ലേഖനം പ്രസിദ്ധീകരിച്ചത് എന്നാണ് CPI നേതൃത്വത്തിന്റെ വിശദീകരണം. സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഇപ്പോൾ ഒരു സ്വതന്ത്ര പത്രം എന്ന നിലയ്ക്കല്ലല്ലോ, CPIയുടെ മുഖപത്രമാണ്. അപ്പോൾ അതിന് രാഷ്ട്രീയ ബോധ്യങ്ങൾ ഉണ്ടാകും. ആ രാഷ്ട്രീയ ബോധ്യങ്ങളെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു മുഖപത്രം. അപ്പോൾ പിന്നെ അതിന്റെ ആവശ്യകത എന്താണ് എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകുമല്ലോ. മധു, ജനയുഗത്തിന്റെ ഓണപ്പതിപ്പിലാണ് ഇത്തരത്തിൽ ഒരു വിമർശനം ഉയർന്നു വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കാരണമായിരിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ 3/4 നൂറ്റാണ്ട് പൂർത്തിയാകുമ്പോൾ ഭരണഘടനയുടെ സൃഷ്ടാക്കളായ ജനങ്ങൾ കാണുന്നത് ആ ലക്ഷ്യങ്ങളെല്ലാം അവഹേളിക്കുന്നതും വഞ്ചിക്കപ്പെടുന്നതുമായ കാഴ്ചകളാണ് എന്ന് തുടങ്ങി BJP സർക്കാരിനെ, അതോടൊപ്പം തന്നെ RSSനെ അതിരൂക്ഷമായ ഭാഷയിലാണ് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുള്ള ബിനോയ് വിശ്വം എതിർത്ത്, അല്ലെങ്കിൽ അതിന് വിമർശനമായി അദ്ദേഹം ആ ലേഖനത്തിൽ എഴുതിയത്. എന്നാൽ തൊട്ട് അടുത്ത പേജുകളിലുള്ള ലേഖനം രാജീവ് ചന്ദ്രശേഖറിന്റേതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞത് എന്താണോ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് മറ്റ് ലേഖനത്തിലുള്ളത്. ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ് പുറത്തു നിന്ന്, അതായത് ഇടത് നിലപാടിൽ നിന്ന് പുറത്തു നിന്ന ഒരാൾ ഈ ഓണപ്പതിപ്പിൽ ഒരു ലേഖനം എഴുതിയത് രാജീവ് ചന്ദ്രശേഖർ മാത്രമാണ്. ഇതിനെതിരെ CPIയിൽ വലിയൊരു ഭാഗത്തിന് വലിയ എതിർപ്പുമുണ്ട്. AK സ്റ്റെഫിനാണ് വിവരങ്ങൾ നൽകിയത്.